അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സർ. അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കമ്പ്യൂട്ടർ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഹ്യൂമനാണ് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ലാഗ് വരും. പിന്നെന്താണ്, എറേഴ്സ് കൂടുതലായിരിക്കും. പക്ഷെ കമ്പ്യൂട്ടറാണ് ഇത് ചെയ്യുന്നതെങ്കിലോ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുകയും എറേഴ്സ് വളരെ കുറവുമായിരിക്കും. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഡേറ്റ പ്രോസസ്സിങ് മെഷീനാണ്. എന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യുന്നു, ഇതൊരു ഇലക്ട്രോണിക് മെഷീനാണ്. ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു ഡേറ്റയിൽ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ടുള്ള അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഔട്ട്പുട്ട് റിസൾട്ട് തരികയും ചെയ്യുകയാണ് ഡേറ്റ പ്രോസസ്സർ ചെയ്യുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? കമ്പ്യൂട്ടേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സ്പീഡായിട്ട് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, റിസൾട്ട് തരുന്നുണ്ട്, എറേഴ്സ് കുറവാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടൊരു ഇൻ്റലിജൻസ് ഇല്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമുക്ക് റിസൾട്ട് തരും. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് തെറ്റാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള റിസൾട്ടേ തരുള്ളൂ. ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. അതിനെയാണ് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ? സ്പീഡ്, ആക്യുറസി, ഡെലിഗൻസ്, വെർസാറ്റിലിറ്റി, ഹ്യൂജ് മെമ്മറി, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സ്പീഡ് എന്താണ്? കമ്പ്യൂട്ടേഴ്സിന് വിത്തിൻ സെക്കൻഡ്സ് മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിയും. സോ അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അക്യുറസി എന്താണ്? കമ്പ്യൂട്ടറിന് ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആണുള്ളത്, വളരെ കുറവ് എറേഴ്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഡെലിഗൻസ് എന്താണ്? കമ്പ്യൂട്ടറിന് ഹ്യൂമനെ പോലെ ടയേർഡ്നെസ് ഒന്നും ഉണ്ടാകത്തില്ല. ടയേർഡ്നെസ് ഒന്നും ഇല്ലാതെ കുറേ മണിക്കൂറോളം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡെലിഗൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ദെൻ വെർസാറ്റിലിറ്റി എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഡിഫറെൻറ്റ് ടാസ്ക് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും, മെനി ടാസ്ക് ചെയ്യാൻ പറ്റും. ഹ്യൂജ് മെമ്മറിയാണുള്ളത്, എനോമസ് മെമ്മറിയാണുള്ളത്. കമ്പ്യൂട്ടറിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഈ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്താണ്? ലാക്ക് ഓഫ് ഐ ക്യു വളരെ കുറവാണ്. കമ്പ്യൂട്ടറിന് ഹ്യൂമൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതിനനുസരിച്ച് മാത്രം പെർഫോം ചെയ്യാനുള്ള ശേഷിയേ ഉള്ളൂ. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഔട്ട്പുട്ട് റിസൾട്ട് തരും, പക്ഷേ അത് ഹ്യൂമൻ്റെ ക്യാപ്പബിലിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിനില്ല.